ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റീഡിംഗ് വ്ലോഗ് ആയിട്ടാണ്. സോ ദ ബുക്ക് ഈസ് അപ്പോൾ ഇതൊരു 312 പേജസ് ഉണ്ട്. സോ ഹോപ്പിംഗ് ടു കംപ്ലീറ്റ് വിത്തിൻ 2 days. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഓതർ RF കോങ്ങിൻ്റെ ബുക്കാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഐ തിങ്ക് ഒരു 4 to 5 സ്റ്റാർസിൻ്റെ ഇടയിൽ ഇത് വീഴണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. അപ്പോൾ യെല്ലോ ഫേസ് നന്നായി പോകുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി 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 എൻജോയിങ് ദിസ്. അപ്പോൾ ഇതൊരു ത്രില്ലർ വൈബ് ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇൻട്രീഗിങ് ആയി തോന്നുന്നുണ്ട്. സ്റ്റോറിയിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ജൂൺ, ഒന്ന് അത്തീന. ജൂണും അത്തീനയും തമ്മിൽ ഒരു വിയേർഡ് റിലേഷൻഷിപ്പാണ്. ലൈക്ക് 2 പേരും ഒരേ കോളേജിൽ പഠിച്ചതാണ്. ആൻഡ് ദെൻ 2 പേരും ഒരേ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലാണ് പോകുന്നത്. 2 പേരും റൈറ്റേഴ്സ് ആണ്. സോ അവരെല്ലായിടത്തും ഒപ്പമായതുകൊണ്ട് അങ്ങനെ സാഹചര്യമായിട്ട് ഫ്രണ്ട്സ് ആയതാണ്. ബട്ട് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒന്നും കാര്യമായിട്ട് അറിയുന്നില്ല. അതുപോലെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നല്ല. അപ്പോൾ ഇവർ 2 പേരിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജൂൺ ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ജൂണിന്റെ നറേഷൻ ആണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ ശരിക്കും ജൂണ് നമ്മളോട് കഥ പറയുന്ന പോലെയാണ് കഥ പോകുന്നത് കേട്ടോ. ഇപ്പൊ 2 പേരും റൈറ്റേഴ്സ് ആണ്. അപ്പോൾ അത്തീനയുടെ ബുക്സ് എല്ലാം ഭയങ്കര ഹിറ്റാണ്. അപ്പൊ അത്തീനെ കുറിച്ച് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ നല്ല പൈസയുണ്ട്. ജൂണിന്റെ ഫസ്റ്റ് ബുക്ക് ഫ്ലോപ്പ് ആയിരുന്നു. ആൻഡ് ജൂണിന് ഭയങ്കര താഴ്ചയിലാണ് ജൂൺ നിൽക്കുന്നത്. ജൂണ് ഭയങ്കര അസൂയാണ് അത്തീനന്റെ അടുത്ത്. ജൂണിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്തീന അവളേക്കെന്ന് അവളുടെ ഫെയിം മോഷ്ടിച്ച പോലെയാണ് ജൂണിന്റെ സംസാരം. അല്ലാതെ ജൂണിന്റെ പ്രശ്നം കൊണ്ടല്ല ജൂണ് ഫേമസ് ആവാത്തത്. ലൈക്ക് അത്തീനക്ക് കിട്ടുന്ന എല്ലാ നേട്ടങ്ങളെയും അവള് അങ്ങനെയാണ് കാണുന്നത്. ലൈക്ക് അവളേക്കെന്ന് മോഷ്ടിച്ച പോലെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് ജൂൺ ഇതിനെല്ലാം എടുക്കുന്നത്. ഒരു രാത്രി 2 പേരും ഭയങ്കര ചില്ലിയാണ്, ഭയങ്കരമായിട്ട് ഒരു സെലിബ്രേഷൻ മോഡിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അത്തീനയ്ക്ക് പാൻ കേക്ക് കഴിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 2 പേരും പാൻ കേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് 2 പേരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്തീന പെട്ടെന്ന് ചോക്ക് ആവുന്നത്. ജൂൺ അവളെ സേവ് ചെയ്യാനെന്ന് നോക്കും, അതുപോലെ എമർജൻസി ഒക്കെ വിളിക്കും. ബട്ട് അപ്പോഴത്തേന് അത്തീന പെട്ടെന്ന് മരിക്കും. അപ്പോൾ നിങ്ങൾ സ്പോയിലർ ഒന്നല്ല, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത്തീന മരിക്കുന്ന സമയത്ത് അത്തീന എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിന്റെ ഡ്രാഫ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് അത് എന്താ പറയുക, അത് എഡിറ്റഡ് അല്ല, ബട്ട് കംപ്ലീറ്റഡ് ആണ് സ്റ്റോറി. അപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് ജൂണ് മോഷ്ടിക്കുകയാണ്. എന്നിട്ട് ജൂണ് അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ലൈക്ക് അതൊരു കംപ്ലീറ്റ് ബുക്കാക്കി മാറ്റിയിട്ട് അവളുടെ പേരിൽ അവളത് റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെ ആ ബുക്ക് ഭയങ്കര ഹിറ്റ് ആവുകയും ജൂൺ അത്തീനയുടെ ആ ഒരു ലൈഫ് ജൂണിന് കിട്ടുന്നതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഒരു 100 pages ആണ് എത്തിയത്. ആൻഡ് ടിൽ നൗ ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ബാക്ക് ഇൻ RF കോങ്സ് റൈറ്റിംഗ്. RF കോങ്ങിന്റെ റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാലോ, ഐ ലവ് ബേബൽ, ഐ ലവ് ഹെർ റൈറ്റിംഗ്. സോ ഐ എം റിയലി എൻജോയിങ് ദിസ്. അതുപോലെ ഇത് ഈവൻ ടു ഫിക്ഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് മോഡ് ഉണ്ട് ഇതിന്. സോ അതും ആ ഒരു ആംഗിൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആസ് എ റീഡർ ജൂണിന്റെ നറേഷൻ എന്ന് പറയുന്നത് ജൂൺ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാണ് അവൾ ചെയ്യുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാണ് നമ്മുടെ റീഡറിന്റെ അടുത്ത്. ലൈക്ക് അവൾ ഈ മോഷ്ടിക്കുന്നത് ലൈക്ക് അവൾ ശരിക്കും മോഷ്ടിക്കല്ല, ശരിക്കും അത്തീനക്ക് ഈ ബുക്ക് റിലീസായി കാണാൻ ആഗ്രഹം ഉണ്ടാവും, അവളുടെ ലാസ്റ്റ് ബുക്ക് അല്ലേ. സോ ഐ എം കൈൻഡ് ഓഫ് സേവിങ് ഹെർ. ബട്ട് ആസ് എ റീഡർ while we read we know like June is capable of doing very bad things. So she is so unhinged. And I love books with like unhinged ആയിട്ട് characters and narrator ആയിട്ട് I really enjoy even thrillers. So I am really enjoying this. So ഇതെന്റെ ഓൺ കോപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ടാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ I really enjoy tabbing books. അപ്പോൾ ഞാനൊരു കാറ്റലോഗൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഗ്രേ കളറാണ് ഞാൻ ജൂണിന്റെ അൺഹിഞ്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, അവളുടെ ബിഹേവിയർ, അവളുടെ ജലസി ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, മോസ്റ്റ് ഓഫ് ദ കളേഴ്സ് ഐ ടാബ്ഡ് ആർ ഗ്രേ. സോ യു ക്യാൻ ഇമാജിൻ എത്രത്തോളം അൺഹിഞ്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ജൂൺ എന്നുള്ളത്. ആൻഡ് ഐ എം റിയലി 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 എൻജോയിങ് ദിസ്.
ഫേസ് കംപ്ലീറ്റ് ചെയ്തു. ദിസ് വാസ് സോ ഗുഡ്. എങ്ങനെയാണ് RF Kong ഇത് ചെയ്യുന്നത്? ലൈക്ക് ഗഡ്സ് സമ്മതിക്കണം. ബിക്കോസ് ഇതിൽ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയെ വലിച്ചു വാരി ഒട്ടിക്കുന്നുണ്ട്. ലൈക്ക് ആസ് എൻ ഓതർ അത് ചെയ്യാനുള്ള ഗഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ ഐ റിയലി എൻജോയ്ഡ് ഹർ, എന്താ പറയുക, ആ ഫയർ ഇൻസൈഡ് ഹർ. ബേബൽ ആയിക്കോട്ടെ, യെല്ലോ ഫേസ് ആയിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് കൊളോണിയലിസം, റേസിസം, അതുപോലത്തെ ഒരുപാട് സോഷ്യൽ കമൻട്രീസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഓതറാണ്. സോ ഐ ഫീൽ റെസ്പെക്ട് ഫോർ ദാറ്റ്. പ്ലോട്ട് വൈസ് പറയുകയാണെങ്കിൽ അത്തീനയുടെ ഡ്രാഫ്റ്റ്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ചൈന ഇസ് ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ് അത്തീന എഴുതിയിട്ടുള്ളത്. കാരണം അത്തീന ഒരു ഏഷ്യൻ അമേരിക്കൻ ആണ്. അപ്പോൾ അത് ജൂൺ ഒരു വൈറ്റ് ലേഡി ആണ് റിലീസാക്കുന്നത് അവളുടെ പേരിൽ. അപ്പോൾ ആ റിലീസിന് ശേഷം പിന്നെ കുറച്ച് കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. കാരണം ഒരു വൈറ്റ് ലേഡി എന്തിനാണ് ചൈനീസ് ഹിസ്റ്ററിയെ പറ്റിയിട്ട് എഴുതുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ജൂൺ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കും. ലൈക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കോണ്ടന്റ് ആണോ ഒരു ഓതർ എഴുതുന്നത്, അല്ലെങ്കിൽ ഇന്ന ഓതറിൻ്റെ ഇന്നതേ വരാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളതുണ്ടോ. അപ്പോൾ അതിലൂടെ RF Kong റിയലി പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വൈറ്റ് ഓതർ എഴുതുന്ന ബുക്കിൽ മെയിൻ നറേറ്റർ വൈറ്റ് ആയിരിക്കണം എന്നുണ്ടോ, അല്ല ബ്ലാക്ക് നറേറ്ററിനെ പറ്റി എഴുതാൻ പറ്റുമോ? ഒരു ബ്ലാക്ക് ഓതറിന്റെ ബുക്കിൽ നറേറ്റർ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ശരിക്കും അത് എന്നെയും കുറച്ച് ചിന്തിപ്പിച്ചിട്ടോ. ഞാനും ഇതിനെ എടുത്ത് ചിന്തിച്ചപ്പോൾ ഒട്ടുമിക്ക ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ ബ്ലാക്ക് ഓതേഴ്സിന്റെ ബുക്കിലും ബ്ലാക്ക് ആയിരിക്കും മെയിൻ ക്യാരക്ടർ. സോ ഇതൊക്കെ ശരിക്കും പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇതിൽ എടുത്തിടാനുള്ള ആ ഒരു ഗട്ട്സ് ആണ്, എന്താ പറയുക, ഭയങ്കരമായിട്ട് മൈൻഡ് ബ്ലോയിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, മോർ ദാൻ ദ സ്റ്റോറി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പാണ്. ലൈക്ക് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്ന് ക്ലെയിം ചെയ്തിട്ടാണ് ജൂൺ എപ്പോഴും ആ ഒരു സിമ്പത്തി ആൾക്കാരത് നേടിയെടുക്കുന്നത്. ബട്ട് ഇൻ റിയൽ ജൂൺ ഡസൻ കെയർ എ തിങ് അബൌട്ട് അത്തീന. അവളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ആ ഒരു ജെലസി സൈഡ്, അല്ലെങ്കിൽ ആ ഒരു വിക്കഡ് സൈഡൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം, സോഷ്യൽ മീഡിയ കാരണം ഒരാൾക്ക് ഉണ്ടാവുന്ന ട്രോമ, അതൊക്കെ ഈ ബുക്കിൽ അവരുടെ ക്യാരക്ടേഴ്സിലൂടെ RF Kong കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റഡ് ആണ് ഇന്ന് ആൾക്കാർ. ലൈക്ക് ഏതൊരു ഓതർ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും ഗുഡ് റീഡ്സിൽ ഇടുന്ന നെഗറ്റീവ് റിവ്യൂസിലൊക്കെ ഓതേഴ്സ് ശരിക്കും ഇൻവെസ്റ്റഡ് ആണ്. ലൈക്ക് ദേ ഡു കെയർ അബൌട്ട് ദീസ് റിവ്യൂസ്. അപ്പോൾ എത്ര റിവ്യൂസ് നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും റിവ്യൂസിനെ പറ്റി അവർ നോക്കും. അപ്പോൾ ദേ ആർ ലൈക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ആരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് ദം. സോ ഇതിലെ ക്യാരക്ടർ ജൂൺ ബുക്ക് റിലീസ് ചെയ്തതിന് ശേഷം അവളെ ബാധിക്കുന്ന ഈ കോൺട്രവേഴ്സീസ് ഒക്കെ അവളെ എത്രത്തോളം ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ട്രോമാറ്റിക് സൈഡൊക്കെ നമുക്ക് ഈ ബുക്കിൽ കാണാൻ പറ്റും. സോ completely as a fiction we get lots of things to learn from it as well. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആൻഡ് ദ സ്റ്റോറി സോ ഫാസ്റ്റ്. ലൈക്ക് എനിക്ക് ഒരു ലിറ്ററലി ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ ശരിക്കും ഇത് പുട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് സോ ഫാസ്റ്റ്. പൊതുവെയുള്ള ഫിക്ഷനെ വെച്ച് നോക്കുമ്പോൾ സോ ഫാസ്റ്റ്, ബട്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സൈഡ് നോക്കുകയാണെങ്കിൽ നോട്ട് സോ ഫാസ്റ്റ്. സോ കൈൻഡ് ഓഫ് ഇൻ എ മിഡിൽ ആയിരിക്കും. നിങ്ങൾക്ക് മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ try this one. I think this will be worth it. കാരണം ആ ഒരു വൈബ് ഉണ്ട് ഇതിന്. മേ ബി നിങ്ങൾക്ക് ഒരു മിഡിലൊക്കെ മേ ബി ഒരുപാട് എങ്ങനെയാണ് ഒരു ബുക്ക് പബ്ലിഷ് ആവുന്നത്, അതിന്റെ കഷ്ടപ്പാടുകൾ, ഓതർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് അത് മേ ബി നിങ്ങൾ ബോറടിപ്പിച്ചേക്കും. ബട്ട് it's interesting. Like the main character is so interesting. Completely I was so fascinated by June's characteristics. And എൻ്റെ ടാബ് കഴിഞ്ഞു പോയി ബുക്ക് തീർന്നപ്പോൾ. I really enjoyed this. Like RF Kong did it. RF Kongന്റെ ആ ഒരു എന്താ പറയുക വേർഡ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഫയർ, അതാണ് ഈ ബുക്ക്. ആൻഡ് ലോട്ട്സ് ഓഫ് സോഷ്യൽ കമൻട്രീസ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീഡ് ദിസ്. ആൻഡ് ഇഫ് യു ആർ എ റീഡർ യു വിൽ ഗെറ്റ് ടു നോ ലൈക്ക് എങ്ങനെയാണ് ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, ഒരു റൈറ്ററിന് എന്തൊക്കെ ഫേസ് ചെയ്യണം, അതൊക്കെ ഇതിലുണ്ട്. സോ ഐ highly recommend this one. This was a 4.2 star read for me and I really enjoyed it. So that's a wrap. I hope you enjoyed this video. If you love my bookish content then definitely like, comment, share and subscribe. And നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ദം ഡൗൺ ബിലോ. നിങ്ങളുടെ കമന്റ് ഒക്കെ എനിക്ക് ഭയങ്കര എൻകറേജിങ് ആണ് and I really appreciate it. ബട്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങൾ പറയുന്ന റെക്കമെൻഡേഷൻസിൽ എത്താൻ പറ്റുന്നില്ലെങ്കിലും ജസ്റ്റ് ഗിവ് മീ സം ടൈം. കാരണം ഐ ഹാവ് ഞാൻ പൊതുവെ വീഡിയോസ് എല്ലാം
പ്രീ പ്ലാൻഡ് ആണ് എൻ്റെ എല്ലാം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ വേറെ ബുക്സ് ഷെഡ്യൂൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഐ വിൽ ഗെറ്റ് ടു ദം, ഐ പ്രോമിസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.